കോൺഗ്രസിന് ഒരു സംസ്ഥാനം പോലും കാര്യമായി പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്, കർണാടക ഒഴിച്ച്. അപ്പോൾ അത്രയ്ക്ക് ദയനീയമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ എങ്ങനെയും ബീഹാർ പിടിക്കാനാണ് ഈ വോട്ട് ചോരി കൊണ്ടുവന്നത്. ആ വോട്ട് ചോരിയിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി ഞങ്ങളിപ്പം ബീഹാർ പിടിച്ചടക്കും, അതിന് വേണ്ടിയിട്ട് വലിയ പണം മുടക്കി സുപ്രീം കോടതിയിൽ പോരാട്ടം, ലോകത്തെങ്ങും ഇല്ലാത്ത പ്രദർശനങ്ങൾ, ബോംബ്, ഹൈഡ്രജൻ ബോംബ്, അണുബോംബ് എല്ലാം പൊട്ടിച്ചു. പക്ഷേ എന്നിട്ടും ഫീൽഡിൽ വന്നപ്പോൾ അവിടെ വോട്ട് ചോരി ഏറ്റില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവിടെ പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ സീറ്റ് ചോരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. RJയുടെ സീറ്റ് കോൺഗ്രസ് ചോരിയാവുന്നു, കോൺഗ്രസിൻ്റെ സീറ്റിൽ RJD ചോരിയാവുന്നു. അങ്ങനെ സീറ്റ് ചോരിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും സീറ്റിന് വേണ്ടിയുള്ള അടി. കഴിഞ്ഞ തവണ 70 സീറ്റ് കിട്ടിയ കോൺഗ്രസിന് ഇത്തവണ മത്സരിക്കാൻ 70 സീറ്റ് കൊടുത്തു, 19 ജയിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് RJD പറഞ്ഞ് ഇത്തവണ അത്രയും തരാൻ പറ്റില്ല. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഞാനിവിടെ വോട്ട് ചോരി ജാഥ നടത്തി വലിയ പ്രകടനം നടത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.